പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 6-ാം തിരുവചനം. അവൻ അവർക്ക് വാക്കുകൊടുത്തു. ജനക്കൂട്ടമില്ലാത്തപ്പോൾ അവനെ ഒറ്റിക്കൊടുക്കുവാൻ അവൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ചുകൊണ്ട് ഈശോയെ എങ്ങനെ ഒറ്റിക്കൊടുക്കണമെന്ന് ആലോചിക്കുന്ന യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ചാണ് വചനം ഇന്ന് സംസാരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ പണത്തിനു വേണ്ടി സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പദ്ധതി മെനയുന്നത്. അതിനുവേണ്ടി അവൻ കണ്ടെത്തിയ സമയം ജനക്കൂട്ടമില്ലാത്ത സമയമായിരുന്നു. ഇന്ന് കേട്ട തിരുവചനം നമുക്കേവർക്കും ഒരു മുന്നറിയിപ്പാണ് തരുന്നത്. ഏതൊരു വ്യക്തിയുടെയും ഉള്ളിൽ സാത്താൻ്റെ പ്രലോഭനങ്ങൾ പ്രബലപ്പെടാൻ സാധ്യതയുള്ള സമയം ജനക്കൂട്ടത്തിൻ്റെ ബഹളങ്ങളില്ലാത്ത ഒരു വ്യക്തിയുടെ സ്വകാര്യ നിമിഷങ്ങളിലാണ്. ഇംഗ്ലീഷിൽ ഇതിനെ മീ ടൈം എന്നുകൂടി വിളിക്കും. സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഈ മീ ടൈമിലാണ് സാത്താൻ്റെ പ്രലോഭനങ്ങളിലേക്ക് ഒരു വ്യക്തിയുടെ ചിന്തകൾ വഴുതിപ്പോകുവാൻ ഇടയുള്ളത്. ഈശോയെ ഒറ്റിക്കൊടുക്കുവാൻ ജനക്കൂട്ടമില്ലാത്ത ഒരു സമയം നോക്കി അവസരം പാർത്തിരുന്ന യൂദാസിനെ പോലെ പലപ്പോഴും ജനക്കൂട്ടത്തിൻ്റെ ഇരമ്പൽ ഇല്ലാത്ത സ്വകാര്യതയിലേക്കാണ് സാത്താൻ നുഴഞ്ഞു കയറുവാൻ ശ്രമിക്കുന്നത്. സിയന്നായിലെ വിശുദ്ധ കാതറിൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്: മേക്ക് എ ലിറ്റിൽ റൂം ഫോർ ഗോഡ്. നമ്മുടെ സ്വകാര്യതകളിൽ ഈശോയ്ക്ക് പാർക്കുവാൻ ഒരു ചെറിയ മുറിയെങ്കിലും നിർമ്മിക്കുവാനാണ് വിശുദ്ധ ആവശ്യപ്പെടുന്നത്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെയും മീ ടൈമിൽ ഈശോയ്ക്ക് വസിക്കുവാൻ ഒരു ചെറിയ മുറിയെങ്കിലും ഉണ്ടോ എന്നുകൂടി പരിശോധിക്കാം. നമ്മെ വ്യക്തിപരമായി അറിയുന്ന, സ്നേഹിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലേക്കും, സ്വകാര്യ ദുഃഖങ്ങളിലേക്കും, ബലഹീനതകളിലേക്കും നമുക്ക് ക്ഷണിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.